ഇനി ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. ഓണാവധി പ്രമാണിച്ച് കേരളത്തിലേക്ക് 90 അധിക സർവീസുകൾ പ്രഖ്യാപിച്ച കർണാടക RTC. സെപ്റ്റംബർ 4 വരെയാണ് അധിക സർവീസുകൾ നടത്തുക. സ്ഥിരം സർവീസുകൾക്ക് പുറമെ 90 അധിക സർവീസുകളാണ് കേരളത്തിലേക്ക് നടത്തുക. ഉത്രാട ദിനമായ സെപ്റ്റംബർ 4 വരെയാണ് അധിക സർവീസുകൾ. തിരുവോണ ദിവസം മുതൽ മടക്കയാത്രയ്ക്കും സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാകും. മൈസൂരു റോഡ് ബസ് സ്റ്റേഷൻ, ശാന്തിനഗർ BMTC ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് സ്പെഷ്യൽ സർവീസുകൾ. ഇതിൽ പ്രീമിയം കാറ്റഗറി ബസ്സുകൾ ശാന്തിനഗർ ബസ് സ്റ്റേഷനിൽ നിന്നാകും പുറപ്പെടുക. ബസ് സ്റ്റേഷൻ കൗണ്ടറുകളിലൂടെയും ഓൺലൈനായും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 അതിലധികമോ ടിക്കറ്റുകൾ ഒന്നിച്ചു ബുക്ക് ചെയ്യുന്നവർക്ക് 5%, മടക്കയാത്ര ഉൾപ്പെടെ ഇരുവശത്തേക്കുമുള്ള ടിക്കറ്റുകൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് 10% ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്തെ മൊത്തം 14 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. പ്രാദേശിക, ദേശീയ അവധികൾ അടക്കമാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് ഈ അവധികൾ. രാജ്യത്തുടനീളമുള്ള പ്രാദേശികവും ദേശീയവുമായ ആഘോഷങ്ങൾ പരിഗണിച്ചാണ് അവധികളുടെ തീയതികൾ നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഞായറാഴ്ചകളിലും 2ാമത്തെ ശനിയാഴ്ചയും 4ാമത്തെ ശനിയാഴ്ചയും ഓണം പ്രമാണിച്ചും ബാങ്കുകൾക്ക് അവധിയാണ്. പ്രാധാന്യമനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ബാങ്കുകൾക്ക് അവധി. ഓരോ സംസ്ഥാനത്തെ ബാങ്ക് അവധികൾ പ്രാദേശിക ആഘോഷങ്ങൾ അടിസ്ഥാനമാക്കിയാകും. ഓണത്തിന് സെപ്റ്റംബർ 4-നും 5-നുമാണ് കേരളത്തിൽ ബാങ്ക് അവധി. ആദ്യ ശനിയാഴ്ചയായതിനാൽ 6-ാം തീയതി കേരളത്തിൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. ഇതുകൂടാതെ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയുമാണ് കേരളത്തിൽ ബാങ്ക് അവധി. അവധി സമയത്തും ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നത് ഇടപാടുകാർക്ക് ആശ്വാസമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് സെപ്റ്റംബർ മാസത്തിൽ മൊത്തം 14 ബാങ്ക് അവധികൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.